ഇയാള് മീൻ കച്ചവടമാണ്. ഇയാളെ പോലെ എന്നെ പോലെ പണിയെടുത്ത് തിന്നുന്ന ആളാണ്. അല്ല എല്ലാവരോടും അണ്ണനോടല്ല, അതെ അണ്ണനായാലും പണിയെടുക്കണ അത്യാവശ്യം സെറ്റിൽഡാണ്. അണ്ണൻ ഗവേഷണം ചെയ്ത് രാത്രി 9 മണി ആക്കിയതല്ല. അണ്ണന്റെ ഗവേഷണം ഞങ്ങൾ കാണുന്നുണ്ട്. ഞങ്ങൾ അണ്ണന്റെ ഫോളോവേഴ്സ് അറിയാം. അണ്ണൻ ഡോക്ടറാണ്. എനിക്ക് ഭയങ്കര ചോമയുണ്ട്. അണ്ണൻ എല്ലാം ഒന്ന് പരിശോധിക്കും. എനിക്ക് വൈദ്യുതി ചോദിക്കട്ടെ എന്തിന്റെ PhD. ആ അപ്പൊ പിന്നെ അണ്ണനെ ഇവിടെ ഈ പണിക്ക് പോകാത്ത ആരെങ്കിലും വരുന്നുണ്ടോ ഈ വെള്ളിയാഴ്ച? ഒരുപാട് പേര് വരുന്നുണ്ടോ? അപ്പൊ നമ്മ പേര് പറഞ്ഞാൽ അവന് പേര് പറയുന്നില്ല. ഞാനിപ്പോ ഇവിടെ വന്നവരോട് ഞാൻ പറയുന്ന ഒരു കാര്യമുള്ളൂ. നമ്മളിപ്പോ ഓട്ടോറിക്ഷ ഓടിച്ച് ചേട്ടൻ മീൻ വിറ്റ് ചേട്ടൻ മീൻ വിറ്റ് ജീവിക്കുന്ന ഒരാളാണ്. ഞാൻ ഓട്ടോറിക്ഷ ഡ്രൈവറാണ്. ഞങ്ങളൊക്കെ പണിക്ക് പോകുന്ന ആൾക്കാരാണ്. പണിക്ക് വേണ്ടി ഇവിടെ വന്ന് കോളാടിക്കുന്നവന്മാരുണ്ട്. എനിക്കറിയാൻ പാല അതിനെ കുറിച്ചൊന്നും. അവരോട് എനിക്ക് പറയാനുള്ള പണിക്ക് പോകും. അണ്ണൻ ഡോക്ടർ പഠിച്ചാണെന്ന് പറഞ്ഞു. ആ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അണ്ണൻ ഇത്രയും പ്രായമായിട്ടും ഡോക്ടർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഡോക്ടറായിട്ടില്ല. കാര്യങ്ങൾ തുറന്നു പറയാം. അണ്ണനോട് എനിക്കൊന്നേ പറയാനുള്ളത്, രാത്രിയാവുമ്പോ ഈ ഫോണാടി നിർത്തി അത്രേ ഉള്ളു. വേറൊന്നല്ല. അണ്ണൻ എന്തെങ്കിലും പറയണെങ്കിൽ അത് പകല് ഇവിടെയോട് പറ. അത് എല്ലാം കഴിഞ്ഞ് രാത്രി എന്നിട്ട് അണ്ണൻ ഈ മറ്റുള്ളവരോട് പറ്റി പറയുമ്പോ മറ്റുള്ളവർക്ക് ഒരുപാട് ഹേറ്റ് ആവുന്നുണ്ട്. അത് അണ്ണൻ നിർത്തണം. അണ്ണൻ അത് നിർത്തിയാൽ കൊള്ളാം. ഒരുപാട് ഒരു കാര്യം നമ്മൾ അലഞ്ചോസിനെ പറ്റി പറഞ്ഞത് ഭയങ്കര ഒരു അത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അത് അലഞ്ചോസ് ആയതുകൊണ്ട് അവനൊരു പൊട്ടനായതുകൊണ്ട് അവൻ വിട്ടുകളഞ്ഞു. പക്ഷെ ആ സ്ഥാനത്ത് ഞാനൊക്കെ ആയിരുന്നെങ്കിൽ എന്റെ പൊന്നു മോനെ എന്നെ കുറിച്ചാണ് അണ്ണൻ പറഞ്ഞെങ്കിൽ അണ്ണൻ ഈ വെള്ളിയാഴ്ച അടുത്ത വെള്ളിയാഴ്ച അണ്ണൻ ഉണ്ടാവൂല. ഇത് ഭീഷണിയല്ല. അപ്പൊ ഞാൻ പറയുന്ന വെച്ചാൽ നമ്മള് ഒരു പേഴ്സണൽ ഒരാളെ പറ്റി പറയാണ്ടിരിക്കുക. അവരുടെ ഞാൻ പ്രോഗ്രാം ചെയ്യുന്നുണ്ട്. വിഷ്ണു എന്നെ കൊണ്ടുവരുന്നുണ്ട്. അതെ ഞാൻ കൊണ്ടുപോകും. ഞാൻ മിമിക്രിയുടെ പരിപാടി ഉണ്ട്. ഈ 3-4 പരിപാടിക്ക് ഇവനെ എന്നെ കൊണ്ടുപോയത് പ്രോഗ്രാം സ്ഥലത്ത് കൊണ്ടുപോയത്. കാരണം നമ്മളും അതുപോലെ തന്നെ പ്രോഗ്രാം കിട്ടുന്ന പൈസ കൊണ്ട് ജീവിക്കുന്ന ഒരാളാണ്. അല്ല ഈ അണ്ണന് ഡോക്ടറേറ്റ് പരിപാടിയൊക്കെ ഉണ്ട്. അപ്പം അണ്ണൻ ഈ അങ്ങനെ അണ്ണൻ ഓൾറെഡി വെൽ സെറ്റിൽഡ് ആണ്. അല്ല അങ്ങനെയല്ല. അത് എന്തായാലും ആയിക്കോട്ടെ. അണ്ണൻ ഓൾറെഡി സെറ്റിൽഡ് ആണ്. ഞാൻ അണ്ണന്റെ കാര്യമല്ല പറഞ്ഞ ഏറെ പണിയെടുക്കാത്ത വിഷ്ണുവിനെ തെറി വിളിക്കുന്ന ഒരാളോട് കുറച്ച് പേരോട് പറയാം ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്ത് ആര് തെറി വിളിക്കാം. ഈ അണ്ണന്റെ പേരിൽ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്ത് ഈ അണ്ണൻ ഈ രാത്രി വന്നിട്ട് ഈ പേരിന് തെറി വിളിച്ചത് അതിനെന്താ പറയാ? ഞാൻ പറഞ്ഞില്ലേ അത് മോശമല്ലേ? അത് മോശമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ പറയാം. ഞാനൊക്കെ ഒരാളോട് ഒരു കാര്യം പറയും അത് മുഖത്ത് നോക്കി പറയും. അല്ലാണ്ട് രാത്രി പോയിട്ട് എനിക്ക് അവളെ കണ്ടപ്പോ ക്രഷാണ് അവളെ അങ്ങനെ ആ പരിപാടിയൊന്നും നമ്മക്കില്ല. എന്റെ പൊന്നു മോനെ നമ്മൾ ആ പരിപാടിക്ക് നിൽക്കാറുമില്ല. പിന്നെ അണ്ണൻ പറഞ്ഞ തെറ്റെന്ന് വെച്ച് കഴിഞ്ഞാൽ പേരേറിയടാ ഇങ്ങനെ ഫാമിലിയെ കുറിച്ച് ഒരു ദിവസം രാത്രി പറഞ്ഞു. അതൊരിക്കൽ അണ്ണ എന്ത് പറഞ്ഞാലും അങ്ങനെ പറയരുത്. അങ്ങനെ പറയരുത്. അത് മോശമാണ്. കാര്യം അവൻ പ്രതികരിക്കില്ല. പക്ഷെ വേറൊരു കാര്യം അണ്ണൻ മനസ്സിലാക്കി. അണ്ണനൊരു കാര്യം മനസ്സിലാക്കണം. അല്ല അത് അങ്ങനെ അത് മീഡിയസിലോട്ടാണ് പറയേണ്ടത്. അവൻ പബ്ലിക്കായി പറഞ്ഞല്ലോ. പറയാൻ എന്താ കാര്യം പറഞ്ഞോ? അവന്റെ അമ്മയോട് ക്രഷാണ് ഞാൻ പറയണം. ഒരു മകനെ ഓക്കെ അങ്ങനെ അവനോട് ചോദിച്ചപ്പോ അവൻ പറഞ്ഞിട്ടില്ലെന്ന് പറഞ്ഞു. എന്നോട് പറഞ്ഞാണ് ഞാൻ ആരും പറയൂ. ഞാൻ കേട്ടില്ല സ്വന്തം അമ്മനെ. പിന്നെ ഞാൻ ഒരു കാര്യം പറയാ. അണ്ണൻ ഇപ്പൊ പറഞ്ഞത് തെറ്റാണ്. അത് മോശമാണ്. പുള്ളി എന്നോട് വിളിച്ച് ഒരുപാട് കരഞ്ഞു. അണ്ണൻ ഇങ്ങനെ പറഞ്ഞെന്നും പറയാം. പക്ഷെ വേറൊരു അമ്മേനെ പറഞ്ഞോണ്ടാട്ടണ്ണ വേറെ എന്തായാലും ഞമ്മളോട് കുഴപ്പമില്ല. ഞങ്ങളെ കൊച്ചിക്കാർ എന്ത് സഹിക്കും അമ്മക്ക് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ നല്ല ഇടിയാൻ കാര്യം ഞാൻ പറയാം. അവൻ പറയാണ് അവന്റെ ഫാദർ ഡിവോഴ്സ് ചെയ്യാൻ പോവാണ്. അവന്റെ മദറിന് അഭീതമുണ്ട്. നിങ്ങൾക്ക് അവനെ പറയുന്ന അവന്റെ മദറായിട്ട് എനിക്ക് റെസ്പെക്ട് ചെയ്യാൻ പറയണം. ഇതെല്ലാം അവൻ പറഞ്ഞ കാര്യമല്ലേ? അത് അവൻ അണ്ണനോട് മീഡിയയിൽ പറയാൻ പറഞ്ഞു. അവന് അത് പിന്നെ വൈറലായി വേണ്ടി പറഞ്ഞതല്ലേ? സ്വന്തം അമ്മ അതല്ലേ വൈറലായി വേണ്ടി ഫോൺ ഹാക്കാനുള്ള കാര്യം പറ. അവന്റെ ഫോൺ ഹാക്കാണ്.
ബാക്കി മറ്റേ ഈ പോയിന്റ് ഇത് എന്നോട് പറഞ്ഞാണ് അവന്റെ അമ്മയോട് വയറിലാ പറഞ്ഞു പക്ഷെ അത് ഭയങ്കര മോശമായി പോയി. കാര്യം വേറെ എന്തായാലും കുഴപ്പമില്ല. എന്റെ തള്ളനെ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ സമ്മതിക്കൂല. അവനൊരു പൊട്ടനായോണ്ടാ. പക്ഷേ ബാക്കിയുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. അതാണ് മനസ്സിലാക്കണം. മകൻ അങ്ങനെ പറയൂ. വേറൊരു മുഖം കൂടി ഉണ്ട്. ഏതെങ്കിലും മകൻ അങ്ങനെ പറയുന്നത് കേൾക്കാം. ഏതെങ്കിലും മകൻ അങ്ങനെ പറയും സ്വന്തം അമ്മയോട് വേറെ പ്രശ്നമാണ്. അവൻ അങ്ങനെ പറഞ്ഞിട്ട് ഞാൻ ചോദിച്ചപ്പോ അവൻ പറഞ്ഞു അവൻ അങ്ങനെ കള്ളം പറയാം. എത്ര കള്ളം പറയുന്ന കള്ളുപിടി പോയ കാര്യമുള്ള ഞാൻ പോയിട്ടുണ്ട്. എല്ലാം ഉള്ള കാര്യമാണ്. അണ്ണൻ പൈസ മേടിച്ച് പോയി അണ്ണൻ പറഞ്ഞു. ആ എന്തിനു വാങ്ങിച്ചു പോയി. ഞാൻ പറഞ്ഞ കമ്മികളാണ്. ഒരിക്കലും അത് അങ്ങനെ പറയാൻ പാടില്ല. സ്വന്തം അയാൾ എന്നോട് പറയാണ്. പക്ഷെ അയാൾ പറഞ്ഞില്ലെന്നാ പറഞ്ഞു എന്നോട്. അയാൾ കള്ളം പറയും. എത്ര കള്ളം പറയുന്നത്. ലൂണുമാലിന്റെ ടാക്കോപ്പിൽ വെച്ച് എന്നോ പറയാണ് ഈ കാര്യം പറയണം. നിങ്ങൾക്ക് വയറിലാക്കിയ ഞാൻ പറയാം. ആ കാര്യം പറഞ്ഞിട്ടുണ്ട്. ഏതൊരു മകനാണ് പറഞ്ഞേ ഞാൻ പറഞ്ഞു പോയ സത്യങ്ങളാണ്. അതിൽ നിരസിക്കണമെന്ന് അയാൾ കള്ളം പറഞ്ഞുകൊണ്ടാണ്. ഈ അണ്ണൻ പറഞ്ഞ പുള്ളി കറക്റ്റാണ്. അത് അണ്ണൻ പറഞ്ഞ കറക്റ്റാണ്. എന്നാ ഇന്റർവ്യൂ പറഞ്ഞവൻ എന്താ പൊട്ടത്തരം പറഞ്ഞാണത്. അതുകൊണ്ട് അണ്ണൻ പറഞ്ഞു എങ്ങനെ ആരും പറയും. ഞാൻ ആദ്യമായിട്ട് കേൾക്കണ കേട്ടോ. സ്വന്തം അവന്റെ അമ്മയ്ക്ക് അഭിപ്രായമാണ്. അവന്റെ ഫാദർ ഡിവോഴ്സ് ചെയ്തല്ല എന്തിനാ പബ്ലിക് വീഡിയോ പറയാൻ. അവനല്ലേ പറഞ്ഞതാ. മോശമായി പോയി. ഞാൻ വയറിലായ വേണ്ടി ഇങ്ങനെ പറയണേ. ഓൾറെഡി വയറിലാണല്ലോ. പിന്നെ എന്തിനാണ് അവൻ എന്നോട് പറഞ്ഞ കാര്യമാണ്. ഞാനെല്ലാം അവൻ പറഞ്ഞു അവൻ എന്നോട് പറഞ്ഞ മുഴുവൻ സത്യങ്ങളാണ്. ഓക്കെ അണ്ണ എല്ലാം